ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നെല്ലിക്ക കഴുകി നല്ലപോലെ വൃത്തിയാക്കി അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അതിനോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് ഇതുപോലെ തന്നെ നെല്ലിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഞാനിത് സിമ്മിലാട്ടിട്ടിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഈ നെല്ലിക്ക ഇതിനകത്തോട്ട് ഇട്ടങ്ങ് വറുത്തെടുക്കാവേ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും അതുപോലെ തന്നെ അത് ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും ഈർപ്പം ഒന്നുമില്ലാത്തതായിരിക്കണം. നല്ലപോലെ ഉണങ്ങിയ പാത്രം സ്പൂണും ആയിരിക്കണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂത്തു പോകും. അതുകൊണ്ടിട്ടാണ്. അങ്ങനെ ഇത് നന്നായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനെടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കൊരു പഴമയുടെ ഒരു രുചിയിലോട്ട് നമ്മളങ്ങ് പോകും. ഇനി അടുത്ത സെറ്റും ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ നല്ലെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കനപ്പ് വരും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോഴത്തേക്കും. അപ്പം നല്ലെണ്ണയാണെങ്കിൽ അതുണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ നല്ലെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സെറ്റും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഞാൻ നെല്ലിക്ക വറുത്തപ്പോഴത്തേക്കും കുറച്ചധികം നല്ലെണ്ണ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്ര എണ്ണയുടെ ആവശ്യമില്ല. അതുകൊണ്ടിട്ടാണ്. ഓൾറെഡി നമ്മൾ നെല്ലിക്ക വറുക്കുമ്പോൾ എണ്ണയിലിട്ടിട്ടാണല്ലോ വറുത്തത്. അപ്പോൾ അതുകൊണ്ടിട്ട്. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം കടുകിടുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു പിടി കടുകോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവ. പിന്നെ നന്നായിട്ട് ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നീളത്തിലരിഞ്ഞ്. കാലും കുറച്ചാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഒരു കൂടെ വെളുത്തുള്ളിയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. അതിന് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. അതുപോലെ തന്നെ ഉപ്പ് ഞാനിവിടെ ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. കാരണം അത് ഇരിക്കും തോറും അച്ചാർ നമ്മൾ ഉണ്ടാക്കി ഇരിക്കും തോറും അത് പുളി ഇറങ്ങി ഉപ്പ് അത് ബാലൻസ് ആയിക്കോളും. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ കൂടി നന്നായിട്ട് ഇട്ടങ്ങ് നമുക്ക് മൂപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് കായം ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം, വിനാഗിരി ഒഴിക്കാം. അങ്ങനെ ഇവിടെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതലാണ് വിനാഗിരി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇരിക്കും തോറും അതങ്ങ് കുറുകി സെറ്റായി വന്നോളും.
അങ്ങനെ നമുക്ക് ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇന്നൊന്നും ഇത് എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇന്നൊന്നും ഇത് നമ്മളിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇന്നൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുക. ഒരു 2-3 ദിവസത്തേക്ക് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ഉപ്പും മുളകും അതുപോലെ തന്നെ കായൊക്കെ അതിൻ്റെ രുചിയും അതുപോലെ തന്നെ പുളിയൊക്കെ ഇറങ്ങി നല്ലപോലെ ഓരോ കഷ്ണത്തിലും പിടിക്കത്തുള്ളൂ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റുവാണ്. ഞാൻ അലൂമിനിയം പാത്രത്തിൽ നിന്ന് അത് നേരെ ചൂടോടുകൂടി ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോന്നെടുത്ത് മാറ്റുവാണ് സെർവിങ് ബൗളിലോട്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇപ്പോഴേ സെർവിങ് ബൗളിലോട്ട് മാറ്റിയത്. അങ്ങനെ നമ്മുടെ ഇവിടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം, അച്ചാറാണ്, തൊട്ട് കൂട്ടാനേ പാടുള്ളൂ, കോരി കഴിക്കരുത്. അത് തൊട്ട് കൂട്ടുക തന്നെ വേണ്ടു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.